അമ്മ കുടുംബ സംഗമം 2025 രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പം എന്താ പരിപാടി മഹിമ? ഇന്നിവിടെ റിഹേഴ്സൽസ് ഉണ്ട്, ഡാൻസിൻ്റെ റിഹേഴ്സൽസ് ഉണ്ട്, ഡാൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, കുക്കറി ഷോയിലുണ്ട്. കുക്കിംഗ് അറിയാം? അത്യാവശ്യം അറിയാം. അത്യാവശ്യം എനിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കുക്കിംഗ് ഉണ്ട്, പിന്നെ ക്രിക്കറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇന്നലെയും വന്നായിരുന്നു. ഇന്നലെ വന്ന് എല്ലാവരെയും കണ്ട് പോയി. ഇപ്പം ഇന്ന് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു 30 വർഷത്തിനോട് ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. മഹിമ ഫസ്റ്റ് ടൈം ആണോ? കുടുംബസംഗമം അതെ ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ തവണത്തെ അമ്മ ഷോ ആയിരുന്നു എൻ്റെ ആദ്യത്തെ അമ്മ ഇവൻറ്റ്. കാരണം ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് അമ്മ ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്കെല്ലാം ഫ്രഷാണ്, പുതിയതാണ്. കുടുംബസംഗമം എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വരുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട്? സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല. കാരണം എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മ വർക്കിംഗ്. ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് വരാൻ പറ്റില്ല. പിന്നെ ചേട്ടനൊന്നും ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അപ്പം ഇതും എൻ്റെ കുടുംബമാണല്ലോ. അപ്പം നമ്മൾ ഈ ഇവന്റ് ഇതിലൂടെയാണ് കാണാൻ പോണേ. അമ്മയുടെ ഓൺലൈൻ ചാനലിലൂടെയും 1-2 ടോക്സിലൂടെയാണ് കാണാൻ പോകുന്നത്. അപ്പം ആൾക്കാരോട് 1-2 ടോക്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കും. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു 1-2 ടോക്സ് ആൻഡ് ലൈക്ക് സബ്സ്ക്രൈബ്. എന്താ അതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം പ്രാക്ടീസ് സെക്ഷനിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം നമ്മളെ അമ്മേൻ്റെ കുടുംബസംഗമത്തിൽ ഇതാ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒച്ച ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഫുൾ ആൾക്കാർ വന്നിട്ടാണുള്ളത്. നമ്മളെ കോമഡി ഉത്സവത്തിന് നമ്മളെ ജഡ്ജസ് അല്ലേ, ഇപ്പം നമ്മൾ അങ്ങനെയാണെന്നല്ലേ പറയില്ലേ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പം. പിന്നെ ഇപ്പം നമ്മളെ സാജു ചേട്ടനിടെ ഉണ്ട്. അപ്പോൾ സാജു ചേട്ടനോട് നമുക്ക് ചോദിക്കാം. ഹലോ സാജു ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഉണ്ടാക്കും. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഇന്ന് വരുന്നല്ലേ? ഇന്നാണ് സ്കിറ്റിന്റെ റിഹേഴ്സൽ. സ്കിറ്റിലാന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് ഞാൻ പാടി കഴിഞ്ഞാൽ പരിപാടി അവിടെ നിർത്തേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ രണ്ടുപേരും ഇപ്പൊ പാടാം. ബാത്റൂമിൽ പാടാറുണ്ട്. അങ്ങനെ പാടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിശേഷം ചോദിച്ചതിന് ശേഷം ഇവർ രണ്ടാളും കൂടി ഒരു പാട്ട് പാടിത്തരും. നമുക്ക് എല്ലാരും പാടിയിരുന്നല്ല, നമ്മളെ ഷാജോണേട്ടൻ പിന്നെ കൈലാഷ് കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിൽ പൂട്ടുവാണെങ്കിൽ ചെയ്യാം. ഇപ്പൊ പാടിക്കോ. വന്നാലും പിന്നെ അതിന് മുമ്പേ ഇപ്പൊ കുടുംബസംഗമം 30 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് ആരെല്ലാം വരുന്നേ? വീട്ടിൽ നിന്ന് ഭാര്യയും കുട്ടികളൊക്കെ വരും. എല്ലാവരും ഭാര്യയും മക്കളൊക്കെ വരും. അടിപൊളി. കുടുംബസംഗമം നടത്താൻ തന്നെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഈ ആർട്ടിസ്റ്റുകൾക്കൊന്നും കുടുംബം ഇല്ലാന്നാണ്. നമുക്ക് എല്ലാവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ ഫിലിം അസോസിയേഷൻസിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കുടുംബസംഗമം. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കുടുംബസംഗമം ആർട്ടിസ്റ്റുകളുടെ അതെ അല്ലല്ല ഐ തിങ്ക് ഇത് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ അമ്മ ഉണ്ടെന്നും അമ്മയുടെ താങ്ങും തണലിലുമാണ് നമ്മൾ ആർട്ടിസ്റ്റ് എന്നും ഞങ്ങൾക്ക് ബോധ്യമാവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ബോധ്യമാവാനും ജനങ്ങൾക്ക് ബോധ്യമാവാനുമുള്ള ഒരു അവസരമാണ്. അത് അടിപൊളി. നമ്മ ഇന്നലെ തൊട്ട് എല്ലാവരും പറയുന്നത് വെച്ചാൽ അമ്മ തുടങ്ങിയിട്ട് 30 കൊല്ലം, ഇന്ന് ആദ്യമായിട്ട് കുടുംബസംഗമം ഇപ്പം നടക്കുന്നത്. ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ചരിത്രം കുറിക്കാം അല്ലേ? മറ്റുള്ള ഭാഷകളിലുള്ള സംഘടനകൾ ഇതൊരു മാതൃകയാണ്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ ഇതുപോലെ കുടുംബസംഗമം ഫാമിലി എന്തായാലും പറയണ ഫാമിലി ഗെറ്റ് ടുഗദർ, മീറ്റപ്പ്, ഫാമിലി കൂട്ടർ മേള. അപ്പോ ഓക്കെ, നിങ്ങൾ സ്കിറ്റ് നമ്മെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൂടാണ്ട് പിന്നെ വടംവലി ഉണ്ട്, ഫാഷൻ ഷോ ഉണ്ട്, കുക്കറി ഷോ ഉണ്ട്, ക്രിക്കറ്റ്, ഫുട്ബോളിലല്ലേ? ഞങ്ങളെല്ലാത്തിലും അറമാദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങളെ ഇതാണ്, ഇതിനകത്ത് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എല്ലാവരും ഐ തിങ്ക് എവ്രി വൺ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സം ഓർ ദി അതർ. അതായത് വടംവലിയുണ്ട്, ഫുട്ബോളുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, കുക്കറി ഷോ ഉണ്ട്, പിള്ളേർക്കുള്ള മത്സരങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും എല്ലാത്തിലുണ്ട്. ഗെയിം ഷോ ഉണ്ട്. എല്ലാത്തിലും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പ്രേക്ഷകരിൽ ഇങ്ങനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു, സ്കിറ്റും ബാക്കി. അപ്പൊ പറഞ്ഞു നാളെ പാട്ടില്ല എന്തായാലും. അപ്പൊ നമുക്കിപ്പോ പാടാം, പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ പ്രേക്ഷകരിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റുമല്ലോ. മറ്റേ പാട്ട് പാടാം. അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. അടിപൊളി, ഡെഡിക്കേറ്റഡ്. റൈറ്റ് ചെയ്യുന്നു കേട്ടാ, സൂപ്പർ. നല്ല അമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു പാട്ടെല്ലാം പാടിയിട്ട് എന്തായാലും സന്തോഷം. നിങ്ങൾ പ്രാക്ടീസ് എല്ലാം തുടങ്ങാൻ പോകുന്നല്ലേ? വളരെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ പാടി. നല്ലൊരു കയ്യടി കൊടുക്കാൻ കേട്ടോ. സൂപ്പറായിട്ട്. അടിപൊളി. ഇനി ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കാണാം.
മൈജി, പിന്നെ അജ്മി. ഓക്കെ, അപ്പൊ ശരി, ഇത് നമ്മൾ കാണുന്നത് അമ്മേന്റെ യൂട്യൂബ് ചാനലിലും കാണുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെ 1 2 ടോക്സിലും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കും. അമ്മ യൂട്യൂബ് ചാനലിനും 1 2 ടോക്സ് 1 2 ടോക്സിനും എല്ലാ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതന്നെ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ താങ്ക് യു സോ മച്ച്. ബൈ, ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം, വെൽക്കം ടു 1 2 ടോക്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അമ്മ കുടുംബ സംഗമം റിഹേഴ്സൽസ് നടക്കുന്നിടത്താണ്. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇവിടെ എല്ലാവരും തകൃതിയായി പെർഫോമൻസസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം മനസ്സ. ഹായ്, എങ്ങനെ പോകണം ഇവിടുത്തെ പെർഫോമൻസ് ഒക്കെ? ഞങ്ങളിതാ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി നിൽക്കുക, എല്ലാം ബാക്കിൽ കാണാമല്ലോ, ഡിസ്കഷൻസും അങ്ങനെയൊക്കെ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങിയാലോ എന്നുള്ള ആലോചന. എന്താണ് പരിപാടി? എന്താണ് നിങ്ങൾ? ഇതിപ്പോൾ സ്കിറ്റിൻ്റെ പ്രാക്ടീസാണ്. എന്തൊക്കെയുണ്ട് മനസ്സേടെ? ഞാനൊരു സ്കിറ്റിനും ഒരു ഡാൻസിനും ഉണ്ട്, പിന്നെ സ്പോർട്സ് എന്തൊക്കെയുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ടെൻഷൻ അടിക്കുന്നില്ല. ക്രിക്കറ്റിനും വടംവലിക്കും ഒന്നിനും അല്ല, സ്പോർട്സിനുണ്ട്, പക്ഷെ എന്താ ഐറ്റം എന്ന് എനിക്കറിയില്ല, ഉണ്ടെന്നേ ഉള്ളൂ ഞാൻ. അപ്പോൾ എന്താണ് ഇപ്പോൾ അമ്മ ഈ ഒരു കൂട്ടായ്മയുടെ ആദ്യത്തെ കുടുംബസംഗമമാണല്ലേ, അതിൽ ജോയിൻ ആവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? ഫാമിലി മീറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ. എൻ്റെ അടുത്ത് അമ്മയിൽ ചേരണം എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള എൻ്റെ അമ്മാമ്മയാണ്. അപ്പം നാളെ അമ്മാമ്മയെ കൊണ്ടുവരണം എന്നുണ്ട്, അപ്പോൾ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ വിൻചേട്ടനാണ്. നമുക്ക് എല്ലാവരോടും കൂടെ ഒന്ന് ശരി പോയാലോ? ചേട്ടാ, ഹലോ ഹലോ ഹലോ, തിരക്കിലാണോ? ഇല്ല, പറഞ്ഞു. എങ്ങനെ പോകണം ഇവിടുത്തെ പെർഫോമൻസ് ഇന്നലെ തൊട്ട് നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങി. ഇന്ന് അടിപൊളിയാണ്. ഇന്നവരുടെയൊക്കെ പെർഫോമൻസ് കാണാം അല്ലേ? അതെ. സോ എല്ലാവരും, കാരണം ഒരു ഫാമിലി മീറ്റ് ആണ്, സോ അതിൻ്റെ ഒരു എനർജി ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഇതുണ്ടാവും. നാളെ അതിൻ്റെ ഒരു വലിയ കലാശക്കോട്ടിലേക്ക് പോവാണ്. സോ വെയിറ്റ് ആൻഡ് സി, യൂട്യൂബിൽ കാണാം എല്ലാവരും. അല്ല, ഇത് ശരിക്കും നമ്മൾ ഓണം ഒന്ന് ഒരു മൈൻഡിലുണ്ടായിരുന്നു, ഓണത്തിനൊരു ഇങ്ങനൊരു കുടുംബസംഗമം, പക്ഷെ അന്ന് നടന്നില്ല. സോ അത് കാരണം നമുക്ക്, പക്ഷേ ഇത് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത, പക്ഷേ ആ ഒരു പെട്ടെന്ന് പ്ലാൻ ചെയ്തപ്പോൾ പോലും ഇത്രയും അധികം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കാര്യം. കാരണം അത് ആ ഒരു സംഘടനയോട് അവർക്കുള്ളൊരു സ്നേഹമാണ്. സോ ആ ഒരു എനർജി എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലും കാണാം. ഓക്കെ, ഇവരൊക്കെ അടിച്ചു പൊളിച്ച് പ്രാക്ടീസ് ചെയ്യാണ് എല്ലാം. ബാലാജിയുടെ സ്കിറ്റും, ബാലാജി സ്കിറ്റ് അല്ലേ അതോ സ്കിറ്റ് അൺസ്കിറ്റ് ഇവരെല്ലാവരും സ്കിറ്റാണ്. വളരെ സീരിയസ് ആയിട്ട് റിഹേഴ്സൽ. ഞങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്തു. അതൊന്നുമില്ല, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങളുടെ കലാപരിപാടികൾ ഇവിടെ ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്? വൻ പരിപാടികളാണ്. ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രോഗ്രാമാണ് ഇതെന്നാണ് കേട്ടത്, അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അതെ അല്ലേ? അങ്ങനെ അതെ, എക്സൈറ്റഡ് ആണ്. അല്ല, ഒരു കുടുംബസംഗമാണല്ലോ, അമ്മയുടെ ആദ്യത്തെ ഒരു കുടുംബസംഗമം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാര്യം ഫാമിലിയായിട്ട് നമുക്ക് എല്ലാവരും കാണാൻ സാധിക്കുന്നു. ആ ഒരു സന്തോഷം നമുക്കുണ്ട് ഈ ന്യൂ ഇയറിൽ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനത്തെ ഒരു, അറിയില്ലല്ലോ, നമ്മുടെ കുടുംബം എല്ലാവരെയും ഇൻഡിവിജ്വലായിട്ട് കണ്ടുകൊണ്ടുള്ള കുടുംബം ആദ്യമായിട്ട് കാണല്ലേ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ചേട്ടൻ സ്കിറ്റിൽ മാത്രമേ ഉള്ളൂ? സ്കിറ്റിലും ഒരു പാട്ട് പാടുന്ന ആഗ്രഹമുണ്ട്. അവസരം തന്നെ അവസരം തരാത്തെ? എല്ലാവരും പാടിക്കൊള്ളാൻ പറഞ്ഞു. സ്റ്റേജിൽ പാടണ വേണ്ട, അതൊരു തീരുമാനമായിട്ടില്ല. എല്ലാവരും പാടിക്കൊള്ളാം. ടിനി ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഹലോ ടിനി ചേട്ടാ. നമസ്കാരം. എങ്ങനെ പോണു ഇവിടുത്തെ പരിപാടികൾ? മൊത്തത്തിൽ കണ്ടില്ലേ, ഇപ്പൊ അവീലായിട്ടായിരിക്കണത്. ഇനി ഇതൊക്കെ ഓരോരോ കറികളാക്കണം. എല്ലാം അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പം നാളെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ കുടുംബസംഗമം പോലെ തന്നെ ഒരു പബ്ലിക് ഷോ ആയിട്ടല്ല ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. അതായത് കാശ് തന്ന ആൾക്കാർ കയറുമ്പോൾ ഭയങ്കര കമ്മിറ്റ്മെൻറ്റും ടെൻഷനും ആയിരിക്കും. ഇതാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് സഹിക്കല്ല. ഫാമിലി തന്നെയാണല്ലോ അല്ലേ? ആ, എല്ലാവരും ഫാമിലി ഉണ്ടോ? ആ, ഫാമിലിയാണ്. ഒരു ആദ്യത്തെ കുടുംബസംഗമമാണ് അല്ലേ? അതെ 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 അതെ. എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു, അതല്ല ഒരു ഏത് മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഫാമിലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളൊരു ആ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. സുഖമുള്ള പരിപാടിയല്ല എന്നുള്ള മനസ്സിലാക്കാനുള്ളൊരു ചാൻസാണ്. നമസ്കാരം. എങ്ങനെ പോണു ഇവിടുത്തെ? എന്നാ അടിപൊളി, നിങ്ങൾ കാണുന്നില്ലേ? ഗംഭീരിൽ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയല്ലേ.
എന്തൊക്കെയുണ്ട് ഇക്കാടെ വക? നമുക്ക് എന്തായിരിക്കും സ്കിറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ അത് നമ്മൾ പാട്ടുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, അത് പ്രതീക്ഷിക്കുമല്ലോ ആളുകൾ. തീർച്ചയായിട്ടും അതുണ്ട്. ഒരു സോളോ സോങ് വരുന്നുണ്ട്. പിന്നെ ഞാൻ നസീർ, ടിനി, ഷാജോൺ, സുരാജ്, അവർ ഗ്യാങ്ങിൻ്റെ ഒരു മിമിക്രി സംഭവമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്മയുടെ ആദ്യത്തെ കുടുംബസംഗമമാണല്ലോ, എത്രത്തോളം എക്സൈറ്റഡ് ആണ് അതിൽ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു ഇങ്ങനെ ഫീലിൽ നിൽക്കണം, ആ സന്തോഷം ഇങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. അതിനു വേണ്ടി ശ്രമിച്ച ഒരുപാട് പേരുണ്ട്. നമ്മുടെ സംഘടനയിലുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സുകളുടെ കുറേ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. എല്ലാവരോടും നന്ദി, സ്നേഹം അറിയിക്കുകയാണ് ഈ സമയത്ത്. അത്രയും സന്തോഷത്തിലാണ്. സ്പോർട്സിൽ എന്തൊക്കെയുണ്ട്? ഇല്ലില്ല, സ്പോർട്സ് കാണും. എന്തുപറ്റി? അല്ലാതെ വേണ്ട, അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. സ്പോർട്സ് ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളെക്കാൾ മികച്ചവരാരാണ്, അവരാണ് പ്ലേ ചെയ്യേണ്ടത്. നമ്മൾ കാണുക എന്നുള്ളതാണ്. നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. നമ്മൾ ചെയ്യുന്ന പോലെ അത് അവർ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഫുൾ ഫാമിലി വരില്ലേ? വരും. എല്ലാവരും ഭയങ്കര ത്രില്ലാണ്, വരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഉണ്ടാവും. എന്തായാലും ഇത്തായിക്ക് ഒരു പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടാവും. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.